പ്രഭാഷൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40 അധ്യായം. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവ്വരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വഹിക്കപ്പെട്ടിരിക്കുന്നു. വിശിഷ്ടമായ സിംഹാസനത്തിലും ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയം കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെയും ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധത്തിൽ നിന്ന് ഓടി വന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്സമങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്കും ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയമുണ്ടായി. മണ്ണിൽ നിന്ന് വന്നതും മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തി ഒഴുകുന്ന പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയം ഇല്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചുടുകയില്ല. വെറും പാറമേൽ പടർന്ന് ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദി തടാകത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഹൃതൻ്റെ ആരംഭം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വയാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നീതി ലഭിച്ചവൻ ഇവരേക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവൻ്റെ പേരു നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേക്കാൾ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. കുഴലും കിന്നരവും ഗാനമധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ അസാധ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദകരമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരനും സഹായകരും വിസ്മയനിധികളിൽ ഉപകരിക്കുന്നു. ദാനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരംഭം പോലെയാണ്. ഏതു മഹത്വത്തെയും കാൾ അത് നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ, ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിച്ചാൽ അവൻ്റെ അസ്വസ്ഥിതം ജീവിതമെന്ന പേരിനു യോഗ്യമല്ല. അവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ടു തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജൻ്റെ നാവിനു ഭിക്ഷാടനം മധുരമെങ്കിൽ അവൻ്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. പ്രഭാഷകൻ 40 നിന്നുള്ള ചോദ്യവും ഉത്തരവും. ചോദ്യം 1. എപ്പോഴാണ് നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നത്? ഉത്തരം: കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ. ചോദ്യം 2. പ്രഭാഷകൻ 40:6 പ്രകാരം മനുഷ്യൻ അല്പം മാത്രം ലഭിക്കുന്നത് എന്താണ്? ഉത്തരം: വിശ്രമം. ചോദ്യം 3. മനുഷ്യൻ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? ഉത്തരം: ദുസ്വപ്നങ്ങളാൽ. ചോദ്യം 4. ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ അവൻ എന്തു ചെയ്യുന്നു? ഉത്തരം: വിസ്മയിക്കുന്നു. ചോദ്യം 5. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നത് ആർക്കാണ്? ഉത്തരം: എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും. ചോദ്യം 6. പ്രഭാഷകൻ 40:9 പറയുന്ന മഹാമാരികൾ ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം: ദുഷ്ടർക്ക് വേണ്ടി. ചോദ്യം 7. ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്? ഉത്തരം: ദുഷ്ടർ നിമിത്തം. ചോദ്യം 8. ആരുടെ സമ്പത്താണ് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്? ഉത്തരം: അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത്. ചോദ്യം 9. പ്രഭാഷകൻ 40:14 പ്രകാരം ആർക്കാണ് സന്തോഷം ലഭിക്കുന്നത്? ഉത്തരം: ഔദാര്യശീലന്. ചോദ്യം 10. പ്രഭാഷകൻ 40:24 പ്രകാരം ദാനധർമ്മം എന്താണ്? ഉത്തരം: സുരക്ഷിതമായ അഭയം.